സ്കൂട്ടർ എടുക്കുന്ന ആൾക്ക് ഒരു ബൈക്കിൽ പോകുന്ന ഫാമിലിക്ക് ഒരു കാറിലേക്ക് ജസ്റ്റ് സ്കൂട്ടറിന്റെ ആ ഒരു ബഡ്ജറ്റിൽ മാറാനുള്ള ഒരു വണ്ടിയാണ്. ആ ഇത് എത്ര കൊടുക്കാം? ഇത് നമ്മൾ 1.40 ചോദിച്ചിരുന്ന വണ്ടിയാ. നമുക്കൊരു 1.25 കൊടുക്കും. 1.25 കൊടുക്കാം. അതും സ്വിഫ്റ്റ് 2007 പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട്. പേപ്പർ എത്ര ഉണ്ട്? 27 ലാസ്റ്റ് വരെ പേപ്പർ. 27 ലാസ്റ്റ് വരെ പേപ്പറും ഉണ്ട് അല്ല, ഒരു ടെൻഷനും വേണ്ട. 2010 അൾട്ടോന്റെ വില. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചെറിയ പൈസന്റെ നല്ല അടിപൊളി കാറിന്റെ കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ മുജീബ് ഖാന്റെ സൺറൈസ് യൂസർ കാർ ഷോറൂമിലാണ്. മുജീബ് ഖാനെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് ഏകദേശം ആളുകൾക്കൊക്കെ അറിയാം. മുജീബ് ഖാൻ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? അൽഹംദുലില്ലാ. മാക്സിമം എത്ര വണ്ടികളുണ്ട് ഇപ്പോ? മാക്സിമം ഇവിടെ 36-37 വണ്ടി ഉണ്ട്. 37 ഉണ്ട്. ഒരുപാട് പുതിയ സ്റ്റോക്ക് ഒക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് വണ്ടികൾ കയറിയിട്ടുണ്ടല്ലേ? അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രീമിയം സെറ്റപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് മുജീബ്. അതായത് പിന്നെ ഒരു റീ ഇനാഗ്രേഷൻ ചെയ്തല്ലേ? പ്രീമിയം സെറ്റപ്പ് പ്രീമിയം ഇന്റർലോക്ക് കാര്യങ്ങള്, അതുപോലെ തന്നെ കുറെ വണ്ടികളും കയറിയിട്ടുണ്ട്. സഡാൻ ഉണ്ട്, 7 സീറ്റ് ഉണ്ട്, ചെറുവണ്ടികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ SUV ടൈപ്പ് ഉണ്ട് കേട്ടോ. എല്ലാ തര വാഹനങ്ങളുണ്ട്. ഏകദേശം എല്ലാ കമ്പനി വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് അല്ലെ? പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ചാല്, അതായത് ചെറിയ പൈസക്ക് ഒരു സാധാരണക്കാർക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഒരു കാർ എടുക്കണം എന്നുള്ളത്, ഒരു പൂതി ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വലിയൊരു ഷോറൂമാണ് കേട്ടോ. വണ്ടികളും ഉണ്ട് കേട്ടോ. അതായത് 30,000 രൂപ അടിച്ചാലും ഇവിടെ വണ്ടികളുണ്ട്. അപ്പൊ ഫുള്ളി ലോണിൽ എടുക്കാൻ പറ്റിയ വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ മുജീബ്, ഇത് എങ്ങനെയാണ് ഇത് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ? ലൊക്കേഷൻ നമ്മളെ മഞ്ചേരിയിൽ നിന്ന് വരുമ്പോ 3.5 കിലോമീറ്റർ. മലപ്പുറം ഇവിടുന്ന് വരികയാണെങ്കിൽ നമ്മളെ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയാണെങ്കിലും വെള്ളാമ്പറ വെള്ളാമ്പറം എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് 3.5 കിലോമീറ്റർ. വെള്ളാമ്പറത്ത് നിന്നാണ് തിരിയാല്. ഒന്ന് മലപ്പുറം റോഡ്, ഒന്ന് മഞ്ചേരിയാണ്. ഇനിയിപ്പോ തെക്കുന്ന് പടക്കുന്നൊക്കെ റെയിൽവേയിൽ വരുന്നുണ്ടെങ്കിൽ വന്നോട്ട് നമ്മള് ലൊക്കേഷൻ ഇട്ട് കൊടുക്കും. കോഴിക്കോട് ഇറങ്ങാ നേരെ മഞ്ചേരി ബസ്, അത്രേ പണിയുള്ളൂ, പണിയില്ല. ആലിക്കല് നറുകര എന്ന് പറഞ്ഞ 2 സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഇറങ്ങിയാലും നമ്മള് പോയി പിക്ക് ചെയ്യും അല്ലേ? അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. കുറെ സംസാരിച്ച് ലാഗ് അടിപ്പിക്കില്ല. നമ്മള് പ്രേക്ഷകരെ അടുപ്പിക്കരുത്. ബോറ് ഫസ്റ്റ് തന്നെ അടുപ്പിച്ച പിന്നെ ഒരു വീഡിയോ കാണും, ചടക്കൂല്ലേ? അപ്പൊ ഓരോ വണ്ടികളായിട്ട് നോക്കാം. നല്ല കിരുമത്തിന്റെ വണ്ടികളാണ്. ഈ ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോക്ക് സാധാരണ യാർഡിലൊക്കെ ഈ ചപ്പൻ ചവറുകളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നല്ലത് നോക്കിയിട്ടേ മുജീബ് എടുക്കുള്ളൂ, നല്ലത് നോക്കിയിട്ടേ നിങ്ങൾക്ക് തരുള്ളൂ. അതല്ലേ? അപ്പൊ ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പം 82,000 കിലോമീറ്റർ ഓടിയ ഒരു ആൾട്ടോ കാർ, അതും ആൾട്ടോ കാറിന്റെ അവസാന ഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വണ്ടിയാണ്. 2012 ലാസ്റ്റ് വണ്ടി. ഓക്കെ, AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, LXi ആണ് ഓപ്ഷൻ വരുന്നത്. എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താല്? ഇത് 2012 മോഡല്, സെപ്റ്റംബർ ഒക്ടോബർ ആണ് വണ്ടി. 82,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി. പിന്നെ സീറ്റ് കവർ 4 ടയറും ഫുള്ളാണ്. ഇത് നമ്മൾ ചോദിക്കണ വില 1.45 40 കൊടുക്കുള്ളൂ. 1.40 ഫിക്സ്ഡ് വില. പക്ഷെ 1.40 സാധനം ഉണ്ട്. ഇത് കാണുമ്പോ ഒരു വർക്കത്തുണ്ട്. വണ്ടി കാണാൻ നല്ല മൊഞ്ചുണ്ട്. പിന്നെ അതുമല്ലാതെ വണ്ടി മെക്കാനിക്കും ഫിറ്റ് അല്ലേ? അതെ. ഓക്കെ, 2012 1.40 ലാസ്റ്റ് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമല്ലേ? ലോൺ 1.25 വരെ 1.25 ലോൺ ചെയ്യാം. 12 വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ. വേറെ ഇടിയും കുത്തിയൊന്നുമില്ല, ഒരു റീപ്ലേസും ഇല്ല. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഹോണ്ടന്റെ ജാസ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് മോഡൽ എങ്ങനെയാണ്? ഇത് 2015 മോഡൽ. 15. ഓക്കെ, ഒരു ഡോക്ടർ യൂസ്ഡ് വണ്ടിയാണ്. ലേഡി ഡോക്ടർ യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. ഓട്ടം എത്രയുണ്ട്? ഓട്ടം 1ന്റെ താഴെ 93 94 അങ്ങനെ. ഒന്നിന്റെ ഉള്ളിലേ ഉള്ളൂ അല്ലേ? ഒന്നിന്റെ ഉള്ളിൽ. ഓണർഷിപ്പ് ഒക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു ടെൻഷനും വേണ്ട. നല്ല കിതുമത്തിന് വണ്ടിയല്ലേ? ഓക്കെ, ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. വേറെ തട്ടുമുട്ട് റീപ്ലേസ് നിഘണ്ടുവിലേ ഇല്ല. അത് നിങ്ങളെ ഷോറൂമിൽ അങ്ങനത്തെ വണ്ടിയേ ഉണ്ടാവില്ല അല്ലെ? എത്ര കൊടുക്കത്? ഇതിന്മേ ഒരു ബോണറ്റ് എന്തെങ്കിലും റീപ്ലേസ് നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഇനിയിപ്പോ ഇതില് റീപ്ലേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ വന്ന് റീപ്ലേസ് ആൻ മറ്റേ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പൈസ തരും. അല്ല, നിങ്ങൾ വരുന്ന ചെലവിന്റെ പൈസ കൊടുക്കും. ഇത് എത്ര ആസ്കീനെ? ഇത് നമ്മൾ ചോദിക്കണ വില 5.20 ആണ്. 5.20. ഓക്കെ, നമുക്കൊരു 4.90 കൊടുക്കാം. ഇവിടെ ചെറിയ പൈസക്ക് ഒരു ഡീസൽ വണ്ടി, അതും ഹ്യുണ്ടായിന്റെ i20
ഫ്ലോറിക് ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. ആസ്റ്റയാണ് ഓപ്ഷൻ, എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വണ്ടിയാണ്. പുഷ്പ സ്റ്റാർട്ട് വരുന്നില്ലേ, എല്ലാ സെറ്റപ്പ് ഉള്ള വണ്ടിയാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2012 മോഡൽ 13 രജിസ്റ്റർ. എത്ര ഓടിയിട്ടുണ്ട്? ഓട്ടോ ഒന്നിന്റെ മേലെ എന്തോ ചില്ലറ ഓടിക്കുന്നു. റീപ്ലേസ് കാര്യങ്ങളെ നിഘണ്ടുവിലേ ഇല്ല. മെക്കാനിക് എന്ത് പാട്? മെക്കാനിക് നല്ല മെക്കാനിക് അല്ല. ഒരാൾ വന്നു കഴിഞ്ഞാൽ അതെ, ഈ വണ്ടിക്ക് വേണ്ടി വന്നാൽ എടുത്തു പോകും. അത്രക്ക് പക്ക വണ്ടിയാണ്. എത്ര കൊടുക്കരുത്? ഇത് നമ്മള് ചോദിക്കണൊക്കെ ഇപ്പൊ ഒരു 2.85 നമ്മൾ ചോദിച്ചിന്. നമുക്ക് 2.65 കൊടുക്കാം. 2.65 കൊടുക്കാം. അതും ഡീസൽ വണ്ടി, അത്യാവശ്യം 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് അല്ല. അതെ, നല്ല ചെക്കന്മാർക്ക് പറ്റിയ വണ്ടിയാട്ടോ. നല്ല കിതുമത്തിന്റെ അലോയ്സ് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ വേണാൻ വിളിച്ചു. ഹ്യുണ്ടായിന്റെ i20 ആണ്, ഡീസലാണ്. അതും ഏറ്റവും ടോപ്പ് ഓപ്ഷന് ആസ്തയാണ് ഓപ്ഷൻ വരുന്നത് അല്ലെ. അലോയ്സ്, ആൻഡ്രോയിഡ്, അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, പ്രൊജക്ട് ലൈറ്റ് ഒക്കെ ഉണ്ട്. ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2015 മോഡല്. 1.35-32 അങ്ങനെ ഓട്ടോ ഉണ്ട്. ഓക്കെ, മറ്റേ നല്ല വണ്ടിയാണ്. റീപ്ലേസ് ഉണ്ടോ? നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി, ഒരു റീപ്ലേസ് ഇല്ല, ഇടിമുത്തൊന്നുമില്ല. എത്രാമത്തെ ഓണറാ? ഇത് ഓണർ സെക്കൻഡോ തേർഡോ ആണ്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നീറ്റ് വണ്ടിയാ. കണ്ണി ചിമ്മിട്ട് എടുക്കാൻ പറ്റിയ ഒരു വണ്ടി, നല്ല വണ്ടി. എത്ര കൊടുക്കത്? ഇത് നമ്മള് ചോദിക്കണത് 5.10 നമ്മൾ ചോദിക്കുന്നത്. 5.10 ചോദിക്കുന്നുണ്ട്. 4.70 കൊടുക്കുമ്പോ 4.70 കൊടുക്കാം. അതും 2015 ഓഫർ വില 4.70 ആസ്ത വണ്ടി, സ്പോർട്സിന്റെ വിലക്ക് കൊടുക്കണം കേട്ടോ തന്നെ. ഓക്കെ, അപ്പൊ വേണാൻ വിളിച്ചോ. 2018 പുതിയ ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഹോണ്ടന്റെ ആംബിയൻസ്, അതും ഡീസലാണ്, നല്ല മൈലേജും കൂടുതൽ കിട്ടും. എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങള്? ഇത് 2018 മോഡല്, ഫുൾ ഓപ്ഷൻ VX ആണ് വരുന്നത്. VX ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഒരു 7.4 പോണ വണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. എത്ര ഓട്ടോ ഉണ്ട്? ഓട്ടോ ഒരു 1.15-1.20 ഓട്ടോ ഉണ്ട്. നല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അലോയ്സ് കാര്യങ്ങൾ ഫുൾ ഓപ്ഷൻ VX വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടി അല്ലേ? ഇത് 7.4 എല്ലാ ഷോറൂമിലും വിൽക്കുന്നതാണ്. ഇത് നമ്മൾ പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഫുള്ള് പൊട്ടിച്ച് കൊടുക്കാൻ. 2026 ഫുള്ള് പൊട്ടിച്ചലാണ്. ഇത് നമ്മള് കൊടുക്കണ വില 6 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. 6 രൂപ കൊടുക്കും. 6 രൂപയ്ക്ക് കൊടുക്കും. 2018 ലോൺ ഇട്ട് കൊടുക്കട്ടെ നമുക്ക്. ഫുള്ള് ലോണില് ഇറക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. അതും 2018 ഹോണ്ട അമേസ് ഡീസൽ വണ്ടി കേട്ടോ. ഡീസൽ വണ്ടി നല്ല കുരുമത്തിന്റെ കറക്റ്റ ഫുള്ള് സെറ്റ് ആണ് കേട്ടോ. എങ്ങനെയാണ് ഇത് മുജിബ് മോഡല്? ഇത് 2016 മോഡല്, 16 വണ്ടി, ഡീസൽ 1.4 മൈലേജിന്റെ രാജാവ്, മൈലേജില് കിങ് അല്ല. 20 കിലോമീറ്റർ കിട്ടും, 20-22 കിലോമീറ്റർ കിട്ടും. ഓട്ടം 1.17 ഓടിയിട്ടുണ്ടല്ലോ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. വേറെ ഇടിയും കുത്തൊന്നുമില്ല. മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം. മാക്സിമം ഫുള്ള് ലോണിൽ കൊടുക്കാം. മാക്സിമം ലോൺ. ഓക്കെ, എത്രയായിരുന്നു ചോദ്യം? ഇത് നമ്മൾ ചോദിക്കണത് 6.60 നമ്മൾ ചോദിക്കുന്നുണ്ട്. 6.60 ചോദിക്കുന്നുണ്ട്. 6.30 കൊടുക്കും. 6.30 3 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. നീ ഒരൊറ്റ പീസ് ഉള്ളൂ, എളുപ്പം വന്നോളി. 2016 ക്രെറ്റ വണ്ടിയാണ്. 6.60 മൂപ്പര് ചോദിച്ചിട്ടുള്ളത്. അതും കൊടുക്കുന്ന വില എത്രയാണ്? 6.45 പോണ വണ്ടിയാണ് നമ്മൾ 6.30 കൊടുക്കണത്. 6.30 കൊടുക്കും. 30 കൊടുക്കും. ദുനിയാവിന്ന് എവിടുന്ന് കിട്ടാത്ത വിലയാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത്. ഈ ക്രെറ്റ നോക്കുന്ന ഒരാളാണെങ്കിൽ വേഗം വന്നോളൂ കേട്ടോ. അഡ്വാൻസ് ഇട്ടാലും നിങ്ങൾക്ക് വണ്ടി ഇവിടെ മാറ്റി വെക്കും. കിണ്ണം പോലത്തെ മാരുതിന്റെ ബലോനോ ഓട്ടോമാറ്റിക് വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത്? ഇത് 2016 മോഡല്, 16 വണ്ടി. ഓക്കെ, ഓട്ടോ എത്ര ഉണ്ട്? 2016 വണ്ടി. ഓട്ടോ ഒന്നിന്റെ മേലെ എന്തോ ചില്ലറ ഓടിയാണ് കേട്ടോ. ഇത് ഓപ്ഷന് സീറ്റ ഏതാണ്? ഇത് ഓപ്ഷന് സിഗ്മ അല്ല. ഓക്കെ, വണ്ടി എന്ത് പാട് ഓപ്ഷനാണ് വരുന്നത്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര കൊടുക്ക ഇത്? ഇത് നമ്മള് ചോദിക്കണതൊക്കെ 5.10 5.10 ചോദിക്കുന്നുണ്ട്. പൊട്ടിച്ചിട്ട് കൊടുക്കും നമ്മള്. എത്ര കൊടുക്കും? 4.70 കൊടുക്കും. 4.70 ഒരു ബലോനോ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, മാനുവൽ അല്ല. CVT വരും. CVT ഗിയർ ആണ് വരുന്നത്. കയറ്റത്തുനിന്ന് താഴോട്ടോ ഇറങ്ങൂല. അതും പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ ആണ് കേട്ടോ. വീണ്ടും മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു വാഹനം, അതും മോഡൽ കൂടിയ ഹോണ്ടന്റെ അമേസ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇത് എത്രയാണ് മോഡൽ? 2017 മോഡൽ, 17 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. ഒരു ടെൻഷനും വേണ്ട. വണ്ടി. എത്രയാണ് ഓടിയിട്ടുള്ളത്? ഇത് ഓടിയത് 92,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ. ഒന്നിന്റെ ഉള്ളിൽ ഒറിജിനൽ കേരള വണ്ടി. വേറെ റീപ്ലേസ് ഒന്നുമില്ല. ഇടിയും കുത്തൊന്നുമില്ല. നല്ല വണ്ടിയല്ല, നല്ല ഫുൾ ഓൺ തന്നെ കിട്ടും. നല്ല മെക്കാനിക്, പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാം? ഇത് 4.40 നമ്മൾ ചോദിക്കുന്നത്. 4.20 നമുക്ക് കൊടുക്കാം.
420 കൊടുക്കാം. ഹോണ്ടന്റെ അമേസ് 2017 വണ്ടി കേട്ടോ, ഓഫർ വില. അതും മാക്സിമം ലോണും ചെയ്യാൻ പറ്റൂല. മാക്സിമം ലോൺ. ഓക്കെ, അപ്പൊ വേണം വിളിച്ചോ. ഇവിടെ വീണ്ടും നമുക്കൊരു ഇത്യോസ് കാണിച്ചു കൊടുക്കല്ലേ. ഇത്യോസ് നല്ല അടിപൊളി അടിപൊളി വണ്ടി. എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങൾ? 2012 വണ്ടി. 2012 ആണ് വണ്ടിയാണ്, റീ ആണ്. ഓക്കെ, ഓട്ടം കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആവോ? അത് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഇഞ്ചൻ മസ്ബൂത്താ. ഇഞ്ചിന് ഒന്നും നോക്കാനില്ല, കണ്ണി ചിമ്മിയിൽ എടുക്കാം. എല്ലാ ഭാഗം ഫിറ്റ്. വേറെ പ്രശ്നമില്ല, മൈലേജ് ഉള്ള സാധനം. ഇത് മെയിൻ ക്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ലല്ലോ? മെയിൻ ക്ലാസ് ഒന്നും മെയിൻ ക്ലാസ് ഉണ്ട് കേട്ടോ. മെയിൻ ക്ലാസ് പൊതുവെ ഉണ്ടാവും ഈ നമ്പറായ വണ്ടി. അതെ, നമ്പർ. അതാ ഞാൻ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ടോ എന്ന് ചോദിക്കാൻ കാരണം. അതെ. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഏകദേശം തട്ടിയിട്ട് മുട്ടിയിട്ട് റീപ്ലേസ് ആവണല്ല. അത് അവിടുന്ന് കൊണ്ടുവരുമ്പോ ഈ കല്ലടിച്ചിട്ടും മറ്റേതും മറിച്ചതൊക്കെ അങ്ങനെ കൊണ്ടുവരുമ്പോ ആവണ. അതെ. 20 മേലെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. എത്ര കൊടുക്കത്? ഇത് നമ്മൾ 2.25 ചോദിക്കണുള്ളൂ. അത്രേ ഉള്ളൂ? ആകെ ചോദിക്കണത് 2.25 ഉള്ളൂ. 2.25 കൊടുക്കണത്. 2012 സ്വിഫ്റ്റിന് കൊടുക്കണ്ടേ 3.4, 3.20. അതെ, കൊടുക്കുന്ന റേറ്റ്. നല്ല ഇത്യോസ് നമ്മൾ കൊടുക്കണ വില 2.60 പൊട്ടിച്ചിട്ടും കൊടുക്കുക. 2.60 ദുനിയാവിൽ എവിടെയും കിട്ടൂല. ഇവർക്ക് കിട്ടൂല. 2012 ഇത്യോസ് 2.60 തരും കേട്ടോ. ഓഫർ, ഫുൾ ഓഫറിൽ 2.25 ലോൺ കിട്ടും. 2.30 ലോൺ കിട്ടൂല്ലേ? ഓക്കെ, 7 സീറ്റർ വണ്ടിയില് മൈലേജ് കൂടുതൽ കിട്ടണമെന്ന് കുറെ ആൾക്കാർ നോക്കുന്നുണ്ട്, തപ്പി നടക്കുന്നുണ്ട് 7 സീറ്റില്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുന്നത്, ഈ ഹോണ്ടന്റെ മൊബിലിയോ. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2015 മോഡലാ. വി ആണ് ഓപ്ഷൻ. തന്നെ വി ആണ്. ഓക്കെ, VX-ന്റെ തൊട്ടതായ വി. ഓക്കെ, മിഡിൽ ഓപ്ഷൻ. ഓപ്ഷൻ അല്ല, മിഡിൽ ഓപ്ഷൻ എക്സ് വരിക. ഓക്കെ, ഇത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ. പിന്നെ അത്യാവശ്യം ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ സെറ്റപ്പ് ഉണ്ടാവും അല്ല? വേറെ എത്ര ഓടിയിട്ടുള്ളത്? ഇത് ഓടിയിട്ടില്ലത് 1.12 ഓടിയിട്ടുണ്ടല്ലേ? റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് എത്ര? നല്ല മുഞ്ചില്ല വണ്ടി. ഓണർഷിപ്പ് എത്ര തന്നെ? സെക്കൻഡ് ഓണർ ആണ്. ഇത് കേരള വണ്ടി അല്ലേ? കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. മിയാമി അല്ല? മിയാമിയാണ്. എത്ര കൊടുത്തത്? ഇതൊരു 23 കിലോമീറ്റർ മൈലേജ് കിട്ടും സാധനം. 20 കിലോമീറ്റർ എന്തായാലും കിട്ടും. കിട്ടും. പിന്നെ അതിന് മേലൊക്കെ കിട്ടുന്ന അത് ഓടിക്കുന്ന ആളെ കഴിവാണ്. ഓക്കെ, ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമ്മള് ചോദിക്കണത് 4.90 ചോദിക്കുന്നുണ്ട്. ഒരു 4.70 കൊടുക്കാം. 4.70 കൊടുക്കാം. അത് മാക്സിമം ലോണും ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാം. മിക്കവാറും ഏകദേശം ഫുൾ ലോൺ തന്നെ കിട്ടേണ്ടതാണ്. കിട്ടുമല്ലേ? 2015 വണ്ടി. 15 വണ്ടി. ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ദുനിയാവിൽ എവിടെയും കിട്ടാത്ത വിലയിൽ 2 വാഗണറാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഇത് ഓട്ടോമാറ്റിക്, ഇത് മാനുവൽ. ആദ്യം ഓട്ടോമാറ്റിക് കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഓട്ടോമാറ്റിക് 2016 മോഡല് സെക്കൻഡ് ഓണർ. ഓക്കെ, ടയർ കാര്യങ്ങളൊക്കെ ഫുൾ ഉണ്ട്. പിന്നെ 90,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. വണ്ടി നല്ല വൃത്തിയുണ്ടല്ലോ. മെക്കാനിക് എന്ത് പാട്? നല്ല മെക്കാനിക്. മിയ ഉള്ളില് നല്ല ലെതറിന്റെ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഓടാനുള്ള കട്ടുള്ള ടയർ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഇത് എങ്ങനെയായിരുന്നു ഈ വില? ഇത് നമ്മള് 3.80 നമ്മള് ചോദിക്കണത്. 3.80. അതും ഓട്ടോമാറ്റിക് വണ്ടി, 16 മോഡൽ. 3.70 കേൾക്കണ്ട. 3.70 തരും കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് ചോദിക്കോ. കാരണം ഇത് ഈ ടൈപ്പ് 2 വന്ന വണ്ടികളൊക്കെ ആൾക്കാർ കച്ചവടമാകുമ്പോ നമ്മളെ വകയായിട്ട് ഡീസൽ ഇതൊക്കെ 1000 റുപ്യക്ക് ഡീസലൊക്കെ അടിച്ചു കൊടുക്കാണ്. അല്ല, ഇത് പെട്രോൾ ആണ്. പെട്രോൾ ഡീസലൊക്കെ ഏതായാലും അടിച്ചു കൊടുക്കൂലേ? ഓക്കെ, ഇവിടെ ഒരു മാനുവൽ വണ്ടി കാണിച്ചു കൊടുക്കുക. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2014 LXI വണ്ടി. ഓക്കെ, സെക്കൻഡ് ഓണർ ആണ്. ഓട്ടം എത്ര ഉണ്ട്? ഓട്ടം ഇതേമാതിരി തന്നെ ഉള്ളൂ. 1.12 ഓടിയിട്ടുണ്ടല്ലേ? വണ്ടി റീപ്ലേസ് ഒന്നുമില്ല. എത്രയാണ്? വൃത്തിയില്ല വണ്ടി. എത്രയാണ് ചോദ്യം? ഇത് നമ്മൾ ചോദിക്കണത് 2.65. ചോദ്യം 2.65. 2.5 കൊടുക്കാം. നമുക്ക് എത്ര? 2.5. 2.50 കൊടുക്കാം. 2.50 കൊടുക്കാം. അതും 2014 വാഗണർ അല്ലേ? അതെ. ഓക്കെ, പറയണ്ടോ. ഇതൊക്കെ ലോൺ കിട്ടുമല്ലോ? ഇത് രണ്ടും ലോൺ കിട്ടുമല്ലോ? ലോൺ കിട്ടാതെ മാക്സിമം കിട്ടൂല. ഓക്കെ, അപ്പൊ സാധാരണക്കാരെ വണ്ടിയാട്ടോ 2 ഇവിടെ ഒരു ഷെവർലൈറ്റിന്റെ ബീറ്റ് ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അതും ഡീസലാണ്. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. നല്ല പെരും മൈലേജ് ആണ്. അതുപോലെ തന്നെ ചെറിയ പൈസക്ക് കൊടുക്കാം അല്ല? എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് 2011 മോഡല് 12 റേസർ. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് വില. നല്ല റീപ്ലേസ് ഒന്നുമില്ല. നിലവിൽ മെക്കാനിക് ഫുൾ ഫിറ്റ്. അതിന് എടുക്കുന്ന ആൾക്കൊന്നും ചെയ്യാനില്ല. എണ്ണ ഒഴിക്കുക, ഓടുക. വേറെ പ്രശ്നങ്ങളില്ല. നമ്മൾ ചോദിക്കണ 90 റുപ്യ. 90 രൂപ, വെറും 90. ഒരു സെക്കൻഡ് ബൈക്ക് സ്കൂട്ടർ വാങ്ങുന്ന 80 റുപ്യ കൊടുക്കാം. 80 രൂപക്ക് കൊടുക്കാം. കണ്ണി ചിമ്മിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ കാണിച്ചു കൊടുത്താലോ? ഇതെങ്ങനെയായിരുന്നു?
ഇത് 2010. 10 ഡീസലാ പെട്രോളാ? ഇത് ഡീസൽ LDA ആണ് കേട്ടോ. LDA 2 ഡോർ വിൻഡോ ചെയ്തിരിക്കണം. വീഡിയോ കൺവേർട്ട് ആണ്. അതെ. ഓട്ടം കാര്യങ്ങളൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ ഒരു 1.35 ലെവൽക്കുള്ളൂ. പുതിയ പേപ്പർ. പുതിയ പേപ്പർ 5 കൊല്ലത്തെ പേപ്പർ ഉണ്ട്. ഒരു ടെൻഷനും വേണ്ട. 2030 വരെ സുഖമായിട്ട് ഇരുന്ന് ഓടിക്കാം. ഓക്കെ, എത്ര കൊടുക്കത്? ഇത് നമ്മള് 1.70 കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് 1.70 കൊടുക്കാം. 1.60 കൊടുക്കാം. 1.60 കൊടുക്കാം. 2010 പുതിയ പേപ്പർ, ഒരു ടെൻഷനും വേണ്ട. 1.60 ഈ വണ്ടി തരും. 4 അലോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ കട്ടകൾ ടയർ ഉണ്ട്. അല്ല, എല്ലാ ഭാഗം ഫിറ്റ്. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി, അതും സ്വിഫ്റ്റ് കാറാണ്. എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2007 മോഡൽ LDA ആണ്. പവർ സ്റ്റിയറിംഗ് ഓൺലി. ഡീസൽ ആണ്. AC പവർ സ്റ്റിയറിംഗ് ഉണ്ട് അല്ലെ? പവർ വിൻഡോ ഉണ്ടാവില്ല. ഒരു സ്കൂട്ടർ എടുക്കുന്ന ആൾക്ക്, ഒരു ബൈക്കിൽ പോകുന്ന ഫാമിലിക്ക് ഒരു കാറിലേക്ക് ജസ്റ്റ് സ്കൂട്ടറിന്റെ ആ ഒരു ബഡ്ജറ്റിൽ മാറാനുള്ള ഒരു വണ്ടിയാണ്. ഇത് എത്ര കൊടുക്കാം? ഇത് നമ്മൾ 1.40 ചോദിച്ചിരുന്ന വണ്ടിയാ. നമുക്കൊരു 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. അതും സ്വിഫ്റ്റ് 2007 പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട്. പേപ്പർ എത്ര ഉണ്ട്? 27 ലാസ്റ്റ് വരെ പേപ്പർ. 27 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് അല്ല? ഒരു ടെൻഷനും വേണ്ട. 2010 അൾട്ടോന്റെ വില. ഓക്കെ, അപ്പൊ ബാണം വിളിച്ചോ. ഇവിടെ ഒരു കിദ്മത്തിന്റെ റിഡ്സ്, ഇതെങ്ങനെയായിരുന്നു? ഇത് 2013 മോഡല് 14 റേസർ. ഓക്കെ, 13 മോഡല് 14 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു റിഡ്സ് കാറാണ്. അതും ഡീസലാണ്. ഇത് LDA വണ്ടിയാണ്. 2 ഡോർ വിൻഡോ ചെയ്ത് കൺവേർട്ട് ആക്കിയില്ലേ? ഓക്കെ, റീപ്ലേസ് ചെയ്യുന്നുണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും. ഓട്ടം എത്ര ഉണ്ട്? ഓട്ടം 1.35 ഓടി. ഓടിയല്ലേ? വേറെ തട്ടുമുട്ട് വരക്കൊന്നുമില്ല. കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മള് ചോദിക്കണത് 2.80 ആണ്. 2.80. ഇത് നമുക്ക് 2.65 കൊടുക്കാം. 2.65 കൊടുക്കുക. ഓഫർ വില കൊടുക്കാം. ഓക്കെ, മാക്സിമം ഫുള്ള് ലോണും ചെയ്യാം. ലോണും ചെയ്യാം. ഓക്കെ, കറുത്തമുത്ത് ഹൂണ്ടായിന്റെ i10 ആണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. മാനുവൽ ഓട്ടോമാറ്റിക്? ഇത് മാനുവൽ വണ്ടി 2008 മോഡൽ. ഓക്കെ, ചില്ലറ പൈസ കൊടുക്കാം. എത്രയാണ് മോഡൽ തന്നെ? ഇത് 2008 മോഡൽ. 8 മോഡല്. പേപ്പർ 28 വരെ ഉണ്ടാവും. വേറെ വണ്ടി, വേറെ മെക്കാനിക് ഒക്കെ ഒന്നുമില്ല. നല്ല ക്ലിയർ പീസ്, നല്ല പെട്ടി പീസ് അല്ല? 2008 വണ്ടി ആണെങ്കിലും വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ആണ് അല്ലേ? ഓക്കെ, എത്ര കൊടുക്കരുത്? ഇത് നമ്മൾ 1.15 ചോദിച്ചു. 1.5 കൊടുക്കാം. 1,05,000 രൂപയ്ക്ക് വണ്ടി കിട്ടും. അൾട്ടോന്റെ വില കൂടി ആയിട്ടില്ല. അതെ, ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. ഇവിടെ നമുക്കൊരു സ്വിഫ്റ്റ് കാർ ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനം, അതും നിങ്ങൾക്ക് ദുനിയാവിൽ കിട്ടാത്ത വിലക്ക് ഈ സാധനം തരും. ഒരു റെഡ് കളറാണ്. എങ്ങനെയായിരുന്നു ഇത് മോഡൽ? 2012 മോഡൽ. ഓക്കെ, നല്ല നല്ല അടിപൊളി കളർ ഡീസൽ വണ്ടി. അത്യാവശ്യം മൈലേജ് ഒക്കെ കൂടുതൽ കിട്ടും. കിട്ടണ വണ്ടി. പിന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് LDA VDA? എഞ്ചിൻ റൂം ഒക്കെ നല്ല അടിപൊളി എഞ്ചിൻ റൂം. ഇത് LDA 4 ഡോർ വിൻഡോ കയറ്റുണ്ട്. വിൻഡോ കയറ്റിക്കണം. അപ്പൊ VDA ആയതുകൊണ്ട്. ഓക്കെ, അത് RC-യിലെ LXA വരാം. RC-യില് ഒന്നുമില്ല. RC-യിൽ ഒന്നും വരൂല. പുതിയ RC-യില് LDA വീഡിയോ അതൊന്നും വരൂലല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ വണ്ടി 4 ഡോറിന്റെ ഇതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ഇത് VDA ആയി. അതെ അതെ, അങ്ങനെ ചിലവരൊക്കെ ചെയ്യല്. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടി. എത്ര കൊടുക്കത്? ഇത് നമ്മൾ കൊടുക്കണ വില 2.85. 2.85. അതും 2012 മുക്കാലിന് കൊടുക്കും തന്നെ. 2012 വണ്ടി. 13 റേസറും ഉണ്ട് കേട്ടോ. 13 റേസർ ഉണ്ട്. ഓക്കെ, അപ്പൊ ബാണാൻ വിളിച്ചോ. ഇവിടെ ഒരു കിണ്ണം പോലത്തെ നാനോ കാർ, ഇതെങ്ങനെയായിരുന്നു? 2015 നാനോ. 2015 നാനോ. അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയുണ്ടല്ലോ. ഡിക്കുള്ള വണ്ടി. ഓക്കെ, ആണല്ലേ? 15 ഡിസ്റ്റ് ആണ്. എങ്ങനെയായിരുന്നു ഇത് ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടം 55,000 ഓടിയിട്ടുള്ളൂ. 55 ഓടിയിട്ടുള്ളൂ അല്ലെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. മാനുവൽ വണ്ടി. ഇതിന് പറ്റിയ 4 അലൈവില് കാര്യങ്ങൾ 4 അലോയ്സ് ഇതിൽ കയറ്റിട്ടുണ്ടല്ലേ? അതും ചെറിയ ആ ടൈപ്പ്. ഓക്കെ, അപ്പോ എത്ര കൊടുക്കത്? ഇത് നമ്മള് 1.35 ചോദിക്കണം. 1.25 കൊടുക്കാം. 1.25 കൊടുക്കാം. മാനുവൽ വണ്ടി അല്ലെ? മാനുവൽ വണ്ടി. ആകെ 55 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് അല്ല? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക് ഫിറ്റ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ.